ഗാന്ധി സെ പെഹലെ ഗാന്ധി ആരുടേതാണ്? ഇക്ബാൽ ദുറാനിയുടെ ഗാന്ധി സെ പെഹലെ ഗാന്ധി. നിങ്ങളുടെ മനസ്സിൽ വേണം സതി എന്ന് കേൾക്കുമ്പോൾ സതി നിരോധിക്കുന്നു, സ്ത്രീ മുന്നേറ്റം. അപ്പോൾ അവിടെ റാണി ചെന്നമ്മയെ പഠിച്ചു. രണ്ട് കണക്ഷൻ കിട്ടിയോ, സതി നിരോധിച്ചു. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടോ? നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ മക്കളെ. SCERT ഒക്കെ എല്ലാ ചാപ്റ്ററും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മൾ 8ാം ക്ലാസ് ഓൾറെഡി സയൻസ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് 8ാം ക്ലാസ്സിൽ SCERT പുതിയത്, അതിനൊരു പ്രത്യേക പ്ലേലിസ്റ്റ് ഉണ്ട്. ഇതുവരെ 2 ക്ലാസ് എടുത്തു. ആ 2 ക്ലാസിന്റെയും ലിങ്ക് ഒരുമിച്ച് ഞാൻ പ്ലേലിസ്റ്റ് മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. മക്കളെ ഇതുവരെ എടുത്ത ക്ലാസ് ജസ്റ്റ് നിങ്ങൾക്ക് എന്റെ പിറകിൽ കാണാൻ പറ്റും. ഞാൻ അതെല്ലാം ഒന്ന് റിവിഷൻ, ഒരു 5 മിനിറ്റ് റിവിഷൻ തരാം. നമ്മൾ 2 ക്ലാസ്സുകൾ എടുത്തല്ലേ, അപ്പൊ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ റിവിഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിനുശേഷം നമുക്ക് ഈ ചാപ്റ്റർ മുഴുവൻ ഒന്ന് റിവിഷൻ ചെയ്ത് പഠിച്ച് സെറ്റാക്കാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. നോക്കൂ, ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, വരാൻ പോകുന്ന ഏതൊരു PSC പരീക്ഷയും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ് ഇഷ്ടപ്പെടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്ത് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് ക്ലാസ്സുകൾ SCERT കംപ്ലീറ്റ് ഒരു 10-200ഓളം ക്ലാസ് യൂട്യൂബിൽ എടുക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, തീർച്ചയായിട്ടും സപ്പോർട്ട് വിചാരിക്കുന്നു. നമ്മൾ ഇതുവരെ പഠിച്ച 2 ക്ലാസ്സിലെ കാര്യങ്ങൾ ഞാനൊന്ന് ചുമ്മാ പറയാം. റിവിഷന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടാത്തവർ തീർച്ചയായിട്ടും ആ 2 ക്ലാസ് കാണുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 1453 ഈ വർഷങ്ങളെല്ലാം സ്ക്രീനിൽ കാണുന്ന വർഷങ്ങളെല്ലാം നമ്മുടെ SCERT പാഠഭാഗത്തു നിന്നും എടുത്ത വർഷങ്ങൾ മാത്രമാണ്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നത്. അതോടുകൂടിയാണ് വ്യാപാരം ആ വൈക്കുള്ളത് അവസാനിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, ഇപ്പൊ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തോ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്ന് കണ്ണുകൂട്ടി ആലോചിച്ച് നോക്കണേ. 1498 വർഷം 1498 എന്തായിരുന്നു? നോക്കൂ, വാസ്കോഡ് ഗാമ കേരളത്തിലേക്ക് ആദ്യമായി കാലുകുത്തിയ വർഷം SCERT പറയുന്നുണ്ട്. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്ത് രൂപീകരിച്ച വർഷമാണ്. ഞാനും കാണാതെ പറയുകയാണ്, നിങ്ങളും കാണാതെ പഠിക്കുക കേട്ടോ. 1601 ഏറ്റവും പ്രധാനപ്പെട്ടത്, കാരണം പുതിയ SCERT ഒരു പുതിയ ഫാക്ട് നമുക്കറിയാം. ഈസ്റ്റ് ഇൻഡീസിലേക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരാദ്യമായിട്ട് ഈസ്റ്റ് ഇൻഡീസിലേക്ക് കപ്പൽ മാർഗം യാത്ര ആരംഭിച്ചത്, അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കപ്പൽ യാത്ര ഏത് വർഷം? പുതിയൊരു ഫാക്ട് ആണ്, 1601. രണ്ടാമത്തെ അവരുടെ കപ്പൽ യാത്ര അല്ലെങ്കിൽ രണ്ടാമത്തെ മിഷൻ 1604 ആയിരുന്നു. ഇതും സ്റ്റാർട്ടിങ് തന്നെ പഠിച്ചിരുന്നു. ദെൻ 1608 ഞാൻ പഠിപ്പിച്ചു നിങ്ങളെ. എന്തായിരുന്നു 1608? ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് വ്യാപാരത്തിലെത്തുന്നു സൂററ്റിൽ 1608 അല്ലെ. സൂററ്റിലെത്തുന്നു. ജഹാംഗീറിന്റെ കാലഘട്ടം, ഹോക്കിൻസിന്റെ കഥയൊക്കെ പറഞ്ഞിരുന്നു. ദെൻ 1639 ഞാൻ സ്റ്റാർട്ട് വെക്കാം, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയ പുതിയ SCERT ഫാക്ട് ആണ്. മക്കളെ, ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് എന്ന് പറയുന്ന തുറമുഖം ലഭിക്കുന്നത് 1639 ആരായിരുന്നു അവിടുത്തെ ഒരു പ്രാദേശിക രാജാവ്? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ, ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. അപ്പൊ 1639 ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് തുറമുഖം ലഭിക്കുന്നു. 1662 പോർച്ചുഗലിലെ രാജകുമാരിയായിരുന്ന കാതറിൻ, ആ കാതറിനെ ചാൾസ് രണ്ടാമൻ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് എന്ത് കിട്ടുന്നു? അവർക്ക് മുംബൈ എന്ന് പറയുന്ന നഗരം കിട്ടുന്നു. മുംബൈ 1662. 1698 വർഷം ശ്രദ്ധിക്കണേ. 1698 എന്തായിരുന്നു? 3 പട്ടണങ്ങൾ. ആ 3 പട്ടണങ്ങൾ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. കൊൽക്കത്തയുടെ പഴയ പേരുണ്ട്. അപ്പൊ കൊൽക്കത്തയില് വില്യം കോട്ട പണിയുന്നത് 1698 1639 മദ്രാസ് തുറമുഖം നൽകിയ രാജാവിന്റെ പേര് ദമർല വെങ്കടാദ്രി നായകെ. ഓർമ്മയുണ്ടല്ലോ? എല്ലാവരും കമന്റ് ചെയ്തോ? നിങ്ങൾ കമന്റും ചെയ്യില്ല, എനിക്കറിയാം. നിങ്ങൾക്ക് ഒരു പഠിക്കുമ്പോൾ ഒരു ലൈവ് ഫീൽ വന്ന് ഒരു രസത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് കമന്റ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ലൈവിൽ ഇരിക്കുന്ന പോലെ പഠിക്കുക. 41 നമ്മൾ പഠിച്ചു, കുളച്ചൽ യുദ്ധം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് കുളച്ചൽ യുദ്ധം. 1757 നമുക്കറിയാം, പ്ലാസി യുദ്ധം. വിശദമായി ഞാനൊരു യൂട്യൂബ് ക്ലാസ് അത് മാത്രം എടുത്തിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ബക്സാർ യുദ്ധം 64. ഇത് രണ്ടും ചോദിക്കാത്ത PSC പരീക്ഷകളില്ല. 57 പ്ലാസി, 64 ബക്സാർ. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, ബേസ് ആണ്. നോക്കൂ, 1782 ഹൈദരാലി മരണപ്പെട്ട വർഷമല്ലേ? 1782. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഈ പറയുന്ന ബംഗാളിലും ഒറീസയിലും ബീഹാറിലും ഒക്കെ ജമീന്ദാരി സമ്പ്രദായം 1793. 1799 മെയ് മാസം 4-ാം തീയതി ഞാൻ പറഞ്ഞിരുന്നു, ടിപ്പു സുൽത്താൻ മരണപ്പെട്ടു. 1820 ആലോചിച്ച് നോക്കുക, റയട്ട് വാരി സമ്പ്രദായം എവിടെയായിരുന്നു? നമ്മുടെ മദ്രാസ് എന്ന് പറഞ്ഞ കേരളം ഉൾപ്പെടുന്ന സ്ഥലങ്ങള്. 1822 മഹൽവാരി സമ്പ്രദായം. ഈ പറയുന്ന പഞ്ചാബ് എന്ന് വെച്ചാൽ വടക്ക് പടിഞ്ഞാറൻ സ്ഥലങ്ങള്. 1822 മഹൽവാരി, ഹോൾട്ട് മെക്കൻസി. ഓർമ്മയുണ്ടോ? 1855
സാന്താൾ കലാപം അല്ലേടാ മക്കളെ, സാന്താൾ കലാപം. സിദ്ധു കാനു 1859. നീലം കലാപം അല്ലേടാ പിള്ളേരെ, നീലം കലാപം 1882. എന്തായിരുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന വർഷം 1882. ഇത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ തൊട്ടു മുമ്പിൽ 2 ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ആ ക്ലാസ് കാണാത്തവര് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ വർഷങ്ങൾ കൂടി പഠിച്ചാൽ സെറ്റാണ്. ഞാനിതാ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് മക്കളെ. ഉൽഗുലാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു പോയിന്റ് പഠിക്കാൻ പോകുന്നത്. സാന്താൾ കലാപം പഠിച്ചു 1855. ഗോത്ര കലാപങ്ങളുടെ ഒരു തുടർച്ച നമ്മൾ മനസ്സിലാക്കി. അവിടെ സാന്താൾ കലാപവും അതുപോലെ കർഷക കലാപങ്ങൾ, നീലം കലാപം 1859 നമ്മൾ മനസ്സിലാക്കിയില്ലേ? ആ കാലഘട്ടത്തില് സാന്താള് പോലെ തന്നെ ഗോത്ര ജനതയുടെ കലാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം. വർഷം ശ്രദ്ധിക്കണം, 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം 1899. തൊട്ടടുത്ത വർഷം കണ്ടോ, SCRT-ലുണ്ട്, ഞാനത് മാറ്റി ചെയ്തതാണ്. അപ്പൊ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 1800-കളാണ്. 1899 ബൈ ഹാർട്ട് പഠിച്ചേ 1899. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത് കണ്ടോ, 1799 ടിപ്പു സുൽത്താൻ മരണപ്പെട്ടു. ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നത് 1799. 1700. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഉൽഗുലാൻ എന്ന് പറയുന്ന ഗോത്ര കലാപം മുണ്ട 1899. കണ്ടോ, ഒക്കെ ഒരു രസമായിട്ട് ചിന്തിക്കുക, പഠിക്കാൻ. അപ്പൊ ഉൽഗുലാൻ അഥവാ മുണ്ട കലാപം നടന്ന വർഷം പഠിച്ചു. ഗോത്ര കലാപമാണ് ഉൽഗുലാൻ. ഇത് മുണ്ട കലാപം എന്നറിയപ്പെടുന്നുണ്ട്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയൊരു ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. SCRT ആണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഉൽഗുലാന്റെ അർത്ഥം. കൃത്യമായി പഠിക്കുക. പുതിയ SCRT എന്ത് പറയുന്നു? വലിയ കോലാഹലം, വലിയ കോലാഹലം, വലിയൊരു ഇളക്കം, വലിയൊരു മാറ്റം വരികയാണ്. ഉൽഗുലാൻ പഠിച്ചോടാ പിള്ളേരെ. ഉൽഗുലാൻ വലിയ കോലാഹലം അല്ലെ, ഗുലുമാല വലിയൊരു കോലാഹലം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കോളനികളിൽ ഭരണത്തെ എന്താ പറയാ തകർത്തുകൊണ്ട്, അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്വന്തമായ രാജ്യം, അതിന് പറയാ മുണ്ട രാജ് എന്നാണ്, മുണ്ടമാരുടെ രാജ്യം. അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം കൊടുത്ത. എല്ലാവർക്കും അറിയാം, മുണ്ട കലാപത്തിന്റെ നേതാവ് ബിർസ മുണ്ട. 1899 1855 സാന്താൾ കലാപം, സിദ്ധു കാനു അല്ലെ. അങ്ങനെ പഠിക്കണം, നിങ്ങൾ ഇഷ്ടപ്പെടണം. 1859 നീലം കലാപം, ഓർമ്മയുണ്ടല്ലോ, നീൽ ദർപ്പൺ എന്ന നാടകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ കലാപങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് മുണ്ട കലാപത്തിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ? എല്ലാം കോമൺ കാര്യങ്ങൾ. ബ്രിട്ടീഷ് കോളനിയിൽ ചൂഷണം, ഭൂമി പിടിച്ചെടുക്കല്, പണമിടപാടുകാരുടെ വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ടാൽ കിട്ടണേ പരീക്ഷയ്ക്ക്. ഇനി വളരെ മാറ്റമായിട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിവിടെ സ്ക്രീനിൽ കാണാൻ മുകളിൽ. ബിർസ മുണ്ടയുടെ ജന്മദിനം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നവംബർ 15 ആണ്. നവംബർ 15 മക്കളെ, ജൻജാതീയ ഗൗരവ് ദിവസ്, ജൻജാതീയ ഗൗരവ് ദിവസ് നവംബർ 15 ഗോത്രാഭിമാന ദിനമായിട്ട് 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്ത്യയിൽ ഗോത്ര അഭിമാന ദിവസമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 15. എല്ലാവർക്കും മാർക്ക് കിട്ടണം. നവംബർ 15 മകളെ. നവംബർ 14 ശിശുദിനമല്ലേ? നവംബർ 14 അത് ചോദിക്കൊന്നുമില്ല. നിങ്ങൾ ബേജാറാവണ്ട, പക്ഷെ ചോദിക്കും. മിഠായി കഴിച്ചാൽ അല്ലേ മക്കൾ, ശിശുക്കൾക്ക് മിഠായി കഴിച്ചാൽ പ്രമേഹം വരും. ലോക പ്രമേഹ രോഗ ദിനം എന്നാണ്? ചോദിക്കും. ലോക പ്രമേഹ രോഗ ദിനം സ്ഥിരം PYQ-ആണ്. നവംബർ 14. ബാൻഡിങ് ബെസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് ബയോളജിയിൽ, ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നില്ല. ഇൻസുലിൻ കണ്ടെത്തിയത് ആരാണ്? ഇൻസുലിൻ കണ്ടെത്തിയത് ബാൻഡിങ് ബെസ്റ്റുമാണ്. ആ ബാൻഡിങ്ങിന്റെ ജന്മദിനമാണ് നവംബർ 14. ഇൻസുലിൻ എന്തിനുള്ള മരുന്നാണ്? പ്രമേഹം. അപ്പൊ ചോദിക്കും, പ്രമേഹ രോഗ ദിനം എന്നാണ്? നവംബർ 14. ശിശുദിനമല്ല, മിഠായി തിന്നാൽ പ്രമേഹം വരും. അങ്ങനെയാണെങ്കിൽ നവംബർ 15 എന്താണ്? ജൻജാതീയ ഗൗരവ് ദിവസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, നവംബർ 11. നവംബർ 11 എല്ലാവർക്കും അറിയാമെന്നാണ് എന്റെ വിശ്വാസം. നവംബർ 11 കമന്റ് ചെയ്തേ. ഞാൻ നവംബർ 12 പറഞ്ഞുതരാം. നവംബർ 12 നമ്മുടെ ഒരു കോഡ് ഉണ്ട്. നമ്മുടെ സ്ട്രൈക്കർ PSCയിലെ കോഡുകൾ മാത്രം ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അവിടെ ഒരു കോഡ് പറഞ്ഞിരുന്നു, 12 യുവ ഡാർവിൻ ദണ്ഡികൾ ബഹിരാകാശത്തെ നഴ്സറിയിൽ ബാലവേല ചെയ്ത് നവംബറിൽ അല്ലെ പക്ഷിയിൽ നിന്ന് ന്യൂമോണിയ പിടിപെട്ട് മരിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓർക്കാത്തവരിതാ നോട്ട് ചെയ്ത് വെച്ചേ. നവംബർ 12 നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. ഡോക്ടർ സലീം അലിയെ നമുക്കറിയാം അല്ലെ? സലീം അലി അറിയാലോ, ഓർണിത്തോളജി, പക്ഷിയെ കുറിച്ചുള്ള പഠനം, ഓർണിത്തോളജി. അപ്പൊ സലീം അലിയുടെ ജന്മദിനം നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. പക്ഷിയിൽ നിന്നും ന്യൂമോണിയ പിടിപെട്ട് എന്ന് പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോ,
ന്യൂമോണിയ ദിനം. ലോക ന്യൂമോണിയ ഡേ എന്നാണ് ന്യൂമോണിയ ദിനം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ബാലഗംഗാധര തിലകൻ മരണപ്പെടാൻ കാരണമായ അസുഖം വരെയാണ് ന്യൂമോണിയ. അതുവരെ PSC ചോദിച്ചിട്ടുണ്ട് തിലകന്റെ മരണത്തിന് കാരണം. അങ്ങനെ അത്തരത്തില് ന്യൂമോണിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം ലോക ന്യൂമോണിയ ദിനം നവംബർ 12, ലോക പ്രമേഹ രോഗ ദിനം നവംബർ 14, നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ്, നവംബർ 11 നിങ്ങൾ കമന്റ് ചെയ്യണം. ചിലരുടെ മനസ്സിലുണ്ടാവും സാറേ ദിനങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചോ, എല്ലാം ഞാൻ സെറ്റാക്കി തരും. മുഴുവൻ ദിനങ്ങളും ജനുവരി മുതൽ ഡിസംബർ വരെയുള്ളത് കോഡാക്കി നമ്മുടെ പിള്ളേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്, നിങ്ങൾക്ക് തരുന്നുണ്ട് പരീക്ഷ എടുക്കും കേട്ടോ. അപ്പൊ നവംബർ 11, 12, അതുപോലെ തന്നെ 14, 15 അവിടെ ഒരുപാട് ദിനങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അധികം അതിലേക്ക് പോകുന്നില്ല. നോക്കൂ പിള്ളേരെ, ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ചോദിക്കാം, ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇഖ്ബാൽ ദുരാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി. ഗാന്ധി സെ പെഹലെ ഗാന്ധി, ഗാന്ധി സെ പെഹലെ ഗാന്ധി. ആരുടേതാണ്? ഇഖ്ബാൽ ദുരാനിയുടെ ഗാന്ധി സെ പെഹലെ ഗാന്ധി, ഇഖ്ബാൽ ദുരാനിയുടെ ഗാന്ധി സെ പെഹലെ ഗാന്ധി. ചുമ്മാ എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ ബോറടിക്കാതിരിക്കാൻ ഞാൻ പാടിയതാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കി പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരു ശല്യമായിട്ട് തോന്നണ്ട. പഠിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് രസത്തിൽ പഠിക്കുക, അതാണ് എൻ്റെ ഒരു പോളിസി. PSC അങ്ങനെ പഠിക്കണം. ബിർസ മുണ്ടയുടെ ഈ പറയുന്ന അദ്ദേഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കി ഇഖ്ബാൽ ദുരാനി. ഇഖ്ബാൽ ദുരാനി മുഹമ്മദ് ഇഖ്ബാൽ അല്ല കേട്ടോ. മുഹമ്മദ് ഇഖ്ബാൽ എന്ന് കേട്ടോ നമുക്കറിയാം, സാരേ ജഹാം സെ അച്ഛാ, ദേശഭക്തി ഗാനമായ സാരേ ജഹാം സെ അച്ഛയൊക്ക നമ്മുടെ മുഹമ്മദ് ഇഖ്ബാലിനാണ് അല്ലെ, പാകിസ്ഥാന്റെ പ്രവാചകൻ മുഹമ്മദ് ഇഖ്ബാൽ. ഇതല്ല, ഇത് ഇഖ്ബാൽ ദുരാനി അദ്ദേഹം രചിച്ച കൃതിയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി, ഇഖ്ബാൽ ദുരാനി. രസമായിട്ട് പാടും കേട്ടോ. അപ്പൊ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി. അടുത്ത പോയിന്റ് എന്റെ പിറകിലാണ് മക്കളെ, നിങ്ങൾ കാണില്ല, നോട്ട് ചെയ്ത് വെക്കുക. PDF ഫ്രീ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് കമന്റ് നോക്കുക, ടെലഗ്രാം ചാനൽ വരിക, അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ബിർസ മുണ്ടയെ കുറിച്ചുള്ള കൃതിയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി, അല്ലെ, ഇഖ്ബാൽ ദുരാനി. അങ്ങനെയാണെങ്കിൽ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാ ദേവി രചിച്ച കൃതിയാണ് ആരണ്യ അധികാർ. ഇത് PYക്ക് വേണം കേട്ടോ. ഞാൻ മാറ്റി എഴുതണോ? ആരണ്യർ അധികാർ. ഇത് ഹിന്ദി പേരൊക്കെ ഇങ്ങനെ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ ഇച്ചിരി പാടാണ് കേട്ടോ. ഇതിലുള്ള പോലെ ഞാൻ എഴുതാം കേട്ടോ. ഇതിങ്ങനെയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. മലയാളത്തിൽ എഴുതുമ്പം ഞാൻ SC അതുപോലെ എഴുതുകയാണ്. ആരണ്യ അധികാർ ആരുടേതാണ്? മഹാശ്വേതാ ദേവി. നോക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYക്ക് ആണ്. ഇവരുടെ കൃതികളൊക്കെ ചോദിച്ചിട്ടുണ്ട്. മഹേശ്വേതാ ദേവി, ഇവരുടെ നിങ്ങൾ അറിയുന്ന ഒരു കൃതിയുണ്ട്, ഒന്ന് കമന്റ് ചെയ്തേ. മഹാശ്വേതാ ദേവിയെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കൃതിയുണ്ട്, അതൊന്ന് കമന്റ് ചെയ്ത് അറിയുന്നവർ. ഇവരെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്നുണ്ട് PSC. അപ്പൊ മഹാശ്വേതാ ദേവിയുടെ ആരണ്യ അധികാർ ആരെ കുറിച്ചുള്ളതാണ്? ബിർസ മുണ്ടയെ കുറിച്ചുള്ള. അപ്പൊ 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാക്കുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. ഇപ്പൊ ബിർസ മുണ്ടയുടെ ജന്മദിനം നവംബർ 15 പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം കൂടി പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയാണേ. നമ്മുടെ 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് എന്നാണ് ഫോം ചെയ്ത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഛത്തീസ്ഗഡും ഉത്തരാഖണ്ഡും ജാർഖണ്ഡും ഫോം ചെയ്ത വർഷം നിങ്ങൾ കമന്റ് ചെയ്യണം. 3 സ്റ്റേറ്റ് എപ്പോഴാണ് വന്നത് നിങ്ങൾ പറയണം. ഒരേ വർഷമാണ്. പ്രത്യേകത ഇതാണ്, നവംബർ മാസം. ഓക്കെ, വർഷം നിങ്ങൾ കമന്റ് ചെയ്യും, അല്ല ഇപ്പൊ കണ്ടുപിടിക്കും. ഒരു രസമാണ് കേട്ടോ. കമന്റ് നോക്കിയേ, നമ്മുടെ പിള്ളേര് സ്ട്രൈക്കറിന് ഒരുപാട് പിള്ളേര് നമ്മുടെ ക്ലാസ് കാണുന്നുണ്ട്, എന്റെ പെയ്ഡ് ബാച്ചുള്ളവർ, അവർ കമന്റ് ചെയ്യും. അപ്പൊ നവംബർ മാസം പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. 1-ാം തീയതി, 9-ാം തീയതി, 15-ാം തീയതി, ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോ ഈ വർഷം ഒരേ വർഷം 3 ഡേറ്റിൽ 3 സ്റ്റേറ്റ് വരുന്നു. നവംബർ മാസം ചത്ത ഉത്തരയെ ജാറിലാക്കി. ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞ കോഡാണ്. ചത്ത ഉത്തരയെ ജാറിലാക്കി. ച ഊ ജ എന്ന് വേണമെങ്കിൽ പഠിക്കാം. നവംബർ 1-ാം തീയതി ഛത്തീസ്ഗഡ്, നവംബർ 9-ാം തീയതി ഉത്തരാഖണ്ഡ്, നവംബർ 15-ാം തീയതി ജാർഖണ്ഡ്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? ജാർഖണ്ഡ് ആണ് ഈ പറയുന്ന മുണ്ട കലാപം നടന്നത്. ജാർഖണ്ഡിലെ മുണ്ട കലാപത്തിന്റെ നേതാവ് ബിർസ മുണ്ട. ബിർസ മുണ്ടയുടെ ജന്മദിനം നവംബർ 15. ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത് നവംബർ 15. വർഷം ഏതാടാ? വർഷം 2000 അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം 2000 നവംബർ 1
2000 നവംബർ 9, 2000 നവംബർ 15, 3 ഡേറ്റ് ആണ്. നവംബർ 1 ഛത്തീസ്ഗഡ്, ചത്ത ഉത്തരയെ ജാറിലാക്കി. ഇത് അന്നൊരു വിവാദ സമയത്ത് ഞാനൊരു കോഡ് ഉണ്ടാക്കിയപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതിപ്പോൾ എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞു തന്നെയുള്ളൂ. ചത്ത ഉത്തരയെ ജാറിലാക്കി, ഛത്തീസ്ഗഡ്, ഉത്തരം, ജാർഖണ്ഡ് അങ്ങനെ കിട്ടുക. 1, 9, 15, 9-ാം തീയതി അങ്ങ് മുകളിൽ ഉത്തരാഖണ്ഡ്, 1ഉം 15ഉം ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് അടുത്തടുത്ത് നിൽക്കുക. അപ്പോൾ ഈ 3 സംസ്ഥാനങ്ങൾ ഫോം ചെയ്ത് മധ്യപ്രദേശൊക്കെ വിഭജിച്ചിട്ട് ഫോം ചെയ്താണ് 2000 നവംബർ 1, 2000 നവംബർ 9, നവംബർ 15. കിട്ടുമല്ലോ? കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുണ്ടാ കലാപത്തെ കുറിച്ച് നമുക്ക് മനസ്സിലായി. കുറിച്യ കലാപം, പഹാരിയ കലാപം, കോൾ കലാപം, ബീൽ കലാപം, ഗാസി. ഇതിങ്ങനെ മാത്രം പഠിച്ചാൽ മതി സാറേ, പേര് പോരാ. വിശദമായി പഠിക്കണം. വിശദമായി പഠിക്കണമെങ്കിൽ സ്ട്രൈക്കർ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കുൽക്കറിന് നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. വലിയ ബോറൊന്നും അടിക്കില്ല, ഇഷ്ടപ്പെട്ട് പഠിക്കുക. എല്ലാ ഗോത്ര കർഷക കലാപങ്ങളും ഒരൊറ്റ ക്ലാസ്സിൽ സെറ്റാണ്. കാണല്ലോ, സാറിന്റെ ക്ലാസ് ഒക്കെ കണ്ടു വേണമെങ്കിൽ പഠിച്ചോളി. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്യുക. ഇന്ത്യൻ ചരിത്രം, കേരള ചരിത്രം ഒക്കെ കാണുക. അപ്പൊ അത് ഞാൻ പറയുന്നില്ല. ആ കലാപങ്ങളൊക്കെ പോരാട്ടത്തിന്റെ ഗർജനം തുടരുകയാണ്. അപ്പൊ കർഷക ഗോത്ര കലാപങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. ഇതൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പോളിഗർ വിപ്ലവം നടക്കുകയാണ്. മുണ്ടാ കലാപം, സാന്താൾ കലാപം, നീലം കലാപം, പോളിഗർ വിപ്ലവം. പോളിഗർ എന്ന വാക്കിന്റെ അർത്ഥം ചോദിക്കും. PYQ ആണ് പോളിഗർ കലാപങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ അർത്ഥം ചോദിക്കാം. പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. പഠിച്ചു വെച്ചേക്കണേ പിള്ളേരെ. പാളയം അഥവാ പാളയത്തിൽ പട എന്ന് കേട്ടുക്കോ. നിങ്ങൾ ആരോട് പറയാനാ? ഇതൊക്കെ കേൾക്കണേ. പാളയത്ത് പട. അപ്പൊ പാളയം എന്താണ്? സൈനിക താവളം. എടാ, നമ്മുടെ സ്വന്തം കൂട്ടത്തിൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുക. പാളയത്തിൽ പട എന്ന് പറയാറില്ലേ? അപ്പൊ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾ. തമിഴ് പദത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? പാളയം. ഭാവിയിൽ ഇങ്ങനെ പറഞ്ഞ് ചെയ്യും. കാലാന്തരത്തിൽ പോളിഗർ എന്നായി മാറി. തിരുനെൽവേലി നോക്കണേ. പോളിഗർ വിപ്ലവം എന്ന് പറയുന്ന സ്ഥലം തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതു പാണ്ഡ്യ സഹോദരന്മാരും കൂടി ചേർന്നിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തുന്നത്. വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ ഒരു ഏകദേശ രൂപം കണ്ട നിങ്ങൾ? ഞാനൊന്ന് വായിക്കട്ടെ. പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു ഈ പറയുന്ന 2 പേര്. അതായത് മരുതു പാണ്ഡ്യനും വീരപാണ്ഡ്യ കട്ടബൊമ്മനും. ഓക്കെ, മരുതു പാണ്ഡ്യ സഹോദരന്മാരും വീരപാണ്ഡ്യ കട്ടബൊമ്മനും. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മൻ ഉണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. നമ്മുടെ പഴശ്ശിയെയും നമ്മുടെ വേലുത്തമ്പി തളവയെയും പോലെയൊക്കെ തന്നെ കേട്ടോ. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതു പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. അടുത്തതിലേക്ക് പോകാം. ഇപ്പൊ പഴശ്ശിയെ കുറിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരാം. മകളെ, ആറ്റിങ്ങൽ കലാപം വിശദമായി ഞാനൊരു 30 മിനിറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഗിഫോർഡിന്റെയും ഉമയം മറാണിയുടെയും കഥകളും എങ്ങനെയാണ് അവിടെ കൊല്ലുന്നതും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നിങ്ങൾ കേരള ചരിത്രത്തിന്റെ ക്ലാസ് കാണുക കേട്ടോ. ഇതിലല്ല, സ്ട്രൈക്കർ കോച്ചിങ്ങില് അവിടെയുണ്ട്. ഫസ്റ്റ് ക്ലാസ് ആണ് ആറ്റിങ്ങൽ കലാപം. വർഷം നമ്മൾ നേരത്തെ കുളച്ചൽ പഠിച്ചു. അത് 1741 ആണെങ്കിൽ ഇത് 1721. ഓർമ്മയിലെ കുളച്ചൽ യുദ്ധം പഠിച്ചത്. അപ്പൊ ഇവിടെ നോക്കൂ, എന്താണ് ആറ്റിങ്ങൽ കലാപം? ഞാനത് വായിക്കട്ടെ. പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അതൊരു ഇമ്പോർട്ടന്റ് ആയ ഫാക്ട് ആണ്. സംഘടിത ഞാൻ ചുവന്ന മഷിയിലാക്കി. 1741 കുളച്ചൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. എന്താ നമ്മൾ പറഞ്ഞത്? കുളച്ചലിന്റെ പ്രത്യേകത നോക്കൂ. ഇന്ത്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തുന്നത് ഈ പറയുന്ന കുളച്ചൽ യുദ്ധത്തിൽ. ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി, ഡച്ചുകാരാണ് പരാജയപ്പെടുത്തിയ യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. കൃത്യം ഒരു 20 വർഷത്തെ വ്യത്യാസമല്ലേ? ആറ്റിങ്ങൽ കലാപം. അവിടെയാണ് വാമനപുരം പുഴയിലൂടെ ഗിഫോർഡ് പോയ കഥയൊക്കെ ഞാൻ പറയുന്നത്. ഞാനത് വായിക്കാം. ആ ക്ലാസ് നിങ്ങൾ കാണുക. നോക്കൂ, കുരുമുളകിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ PSC പരീക്ഷയിൽ ഇതുപോലെ ചോദിച്ചു. കുരുമുളകിന്റെ വ്യാപാര കുത്ത കേട്ടോ. ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു.
ആറ്റിങ്ങൽ പ്രദേശത്തെ അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഇത് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഞാൻ ഈ യെല്ലോ കളറിൽ കൊടുത്തത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു. ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണി, ഇതാണ് ഉമയമ്മ റാണിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കഥയിൽ. ആറ്റിങ്ങൽ റാണി ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് ഉണ്ടായിരുന്നു. അപ്പൊ ഭരണാധികാരി ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കൂ, അത്തരത്തിൽ ബ്രിട്ടീഷുകാർ അതിനുവേണ്ടി ശ്രമിക്കുന്നു 1721. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകും, അങ്ങോട്ട് പോരുത്. അന്ന് ഭയന്നുകൊണ്ട് നാട്ടുപ്രമാണിമാർ, ബ്രിട്ടീഷുകാരുടെ കൂടെയുള്ള നാട്ടുപ്രമാണിമാർ ഇതിനെ എതിർത്തു. എന്നാൽ നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതി എന്ന അവരുടെ ആവശ്യത്തെ വകവെക്കാതെ അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഗിഫോർഡ്, ആളുടെ പേരെന്താണ്? ഗിഫോർഡ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാർ അടങ്ങുന്ന ഒരു സംഘം. ഈ ഒരു 140 എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പക്ഷേ യൂട്യൂബ് ക്ലാസ്സിൽ സംഖ്യയൊക്കെ മാറ്റി കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഏകദേശം പഠിച്ചാൽ മതി. SCERT ആയതുകൊണ്ട് ഇതാണ് എടുത്തു ചോദിക്കുക കേട്ടോ. അപ്പൊ 140ഓളം ബ്രിട്ടീഷുകാർ അടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. അന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രി സംഭവിച്ച കഥകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഈ സംഘത്തെ വർഗ വർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. ഇത് ഇവരെ ആക്രമിക്കുക മാത്രമല്ല, അതൊരു ഭയങ്കര കലുഷിതമായ രാത്രിയായിരുന്നു. അതിനുശേഷം ആറ്റിങ്ങൽ പോയിട്ട് ബ്രിട്ടീഷുകാരുടെ കോട്ട ഇവർ വളഞ്ഞു. അങ്ങനെ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യമുണ്ട്. അപ്പൊ മക്കളെ, ആരായിരുന്നു ആറ്റിങ്ങലിലെ ആ പോലീസുകാരൻ? ഗിഫോർഡ് ആയിരുന്നു. 140ഓളം പോലീസുകാരെയും ഗിഫോർഡിനെയും വധിച്ചു. അതിനുശേഷം കലാപകാരികൾ ആറ്റിങ്ങലിലുള്ള 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞു. പിന്നീട് തലശ്ശേരിയിൽ നിന്നും പട്ടാളം വന്നിട്ടാണ് അവിടുന്ന് ഇത് ഒഴിവാക്കുന്ന ഈ കലാപകാരികളെ. അതുവരെ കഴിഞ്ഞ വർഷം PSC ചോദിച്ചു, എവിടെ നിന്നെത്തിയ പട്ടാളമാണ്, പോലീസാണ് 5 തെങ്ങിലെ കോട്ട വളഞ്ഞ ഈ പറയുന്ന അക്രമകാരികളെ തുരത്തിയത് ചോദിച്ചു. അത് തലശ്ശേരിയിൽ നിന്നാണ്. അപ്പൊ അത്തരത്തില് ഒരു സംഘടിത ജനകീയ പ്രക്ഷോഭമായിരുന്നു ആറ്റിങ്ങൽ നടന്നത്, മനസ്സിലാക്കുക. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം, നമ്മൾ സംഘടിത കലാപം ആറ്റിങ്ങലിൽ കേരളം പറഞ്ഞുവെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. അപ്പൊ വെല്ലൂർ കലാപം ഏതാണ് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാറ്റി എഴുതാം, 1806. ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം. ഞാനൊന്ന് വായിക്കാം. വെല്ലൂർ തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം. സംഘടിത കലാപം അത് ആറ്റിങ്ങൽ, സൈനിക കലാപം അത് വെല്ലൂർ. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. സൈനിക കലാപം, സൈനികർക്കുള്ളിൽ തന്നെ. ഓക്കെ, ബ്രിട്ടീഷുകാരായിട്ടുള്ള ഇന്ത്യക്കാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ കാരണം. ചോദ്യം ചോദിക്കും, വെല്ലൂർ കലാപത്തിന്റെ കാരണം എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. ഓക്കെ ആണല്ലോ. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. ഇനി സ്ത്രീ മുന്നേറ്റത്തെ കുറിച്ച് പറയാണ്. അപ്പൊ നമ്മള് സൈനിക കലാപം, സംഘടിത കലാപം, ഗോത്ര കർഷക കലാപം പറഞ്ഞു. ഇനി സ്ത്രീ മുന്നേറ്റം പറയാണ്. വായിക്കട്ടെ. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. ചിന്നമ്മ കിട്ടൂരാണല്ലോ, അത് റാണി ചെന്നമ്മ. നന്നന്ന ചുമ്മാ നിങ്ങൾക്ക് ബോറടിക്കരുത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പാടുകരിക. കിട്ടൂരാണ് റാണി ചെന്നമ്മ. ചിന്നമ്മ അത് കിട്ടൂരാണല്ലോ, അത് റാണി ചെന്നമ്മ. അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ കിട്ടൂർ റാണി ചെന്നമ്മ എന്ന് കേൾക്കുമ്പോൾ ഒരു വർഷം ഞാൻ ചുമ്മാ ഒന്ന് എഴുതാം. അവരെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയ വർഷം 1829. ഒരു കണക്ഷൻ പറയാം. ഇന്ത്യയിൽ സതി നിരോധിക്കാൻ വേണ്ടി ബ്രഹ്മസമാജം ഫോം ചെയ്യുന്ന 1828. ബ്രഹ്മസമാജത്തിൽ ഒരുപാട് സംഘടനകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജം 1828. 29 സതി നിരോധിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ വേണം, സതി എന്ന് കേൾക്കുമ്പോൾ സതി നിരോധിക്കുന്നു, സ്ത്രീ മുന്നേറ്റം. അപ്പോൾ അവിടെ റാണി ചെന്നമ്മയെ പഠിച്ചു. 2 കണക്ഷൻ കിട്ടിയോ, സതി നിരോധിച്ചു, റാണി ചെന്നമ്മ മരിച്ചു. സെറ്റേ, ഞാൻ വായിക്കാം. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. കിട്ടൂർ എവിടെ? കർണാടക. വെല്ലൂർ എവിടെ? തമിഴ്നാട്. ആറ്റിങ്ങൽ എവിടെ? കേരളം. സെറ്റ്. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. അപ്പൊ ചോദിക്കും, മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം, ഇത് ഇമ്പോർട്ടന്റ് ആണ്.
കിട്ടൂര് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ കീഴാതെ ഏത് സംഭവത്തോടു കൂടിയാണ്? മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം. കർണാടക യുദ്ധം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, മൈസൂർ യുദ്ധങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ചോളുക. മറാത്ത യുദ്ധം, ആ മൂന്നാം മറാത്ത യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് കിട്ടൂർ ആർക്ക് കിട്ടുന്നത്? ബ്രിട്ടീഷുകാർക്ക്. അവിടെ പേര് പഠിക്കണം, ശിവലിംഗ രുദ്രദേശായി. ശിവലിംഗ രുദ്രദേശായി തമിഴ്നാട്ടിലെ മദ്രാസ് തുറമുഖം കൊടുത്ത ആരായിരുന്നു? വെങ്കടാദ്രി നായകെ അല്ലെ, ദമർല വെങ്കടാദ്രി നായകെ. പേരുകൾ കിട്ടണം. അടുത്തൊരു പേരാണ് ശിവലിംഗ രുദ്രദേശായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിലെ ഭരണാധികാരി. അപ്പൊ കിട്ടൂര് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം, ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാവുന്നു. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചിന്നമ്മ, ഭാര്യയാണ് അല്ലെ, ശിവലിംഗ രുദ്രദേശായിയുടെ പൊണ്ടാട്ടി, ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലും ഇതേ അവസ്ഥ കാണാം അല്ലെ. ഝാൻസി റാണിയുണ്ട്, ഝാൻസി റാണിക്ക് മക്കളില്ലായിരുന്നു, ദത്തെടുക്കാൻ തീരുമാനിക്കുന്നു. പേഷ്യയിലെ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. ഈ ദത്തെടുക്കൽ ഒരു വിഷയമാണ്. പക്ഷെ 57 കലാപത്തിന് എത്രയോ മുമ്പ് നോക്കൂ, ദത്തവകാശ നിരോധന നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അനൌദ്യോഗികമായിട്ട് ഈ ഒരു ഇഷ്യൂ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്നു. ഔദ്യോഗികമായിട്ടല്ല, ദത്തെടുക്കാനെതിരെ. അപ്പൊ നോക്കൂ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത് തടയുകയാണ്. എന്ന് വെച്ചാൽ 1824കളിലാണ് സംഭവിക്കുന്നത് കേട്ടോ. 1824കളിൽ തന്നെ എന്തുണ്ടായിരുന്നു? ഇവിടെ വർഷം മെൻഷൻ ചെയ്തില്ല, ഞാൻ പറയാണ്. എന്തുണ്ടായിരുന്നു? ദത്തവകാശത്തെ എതിർത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ കടന്നു വന്നിരുന്നു. പിന്നീട് നിങ്ങൾക്കറിയാം, ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത് അല്ലെ. ഒന്ന് കമന്റ് ചെയ്തേ, ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന വർഷം. ഞാൻ എപ്പോഴും പറയുന്ന വർഷമാണ് ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്തിൽ അല്ലെ. അപ്പൊ അത്തരത്തില്, എന്നാൽ അതിനു മുമ്പ് തന്നെ 24-ൽ തന്നെ ദത്തവകാശവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതയായി ആര്? റാണി ചെന്നമ്മ. ദത്തെടുക്കാൻ സമ്മതിക്കില്ല എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. ചെന്നമ്മ ശക്തമായി പോരാടി. അങ്ങനെ യുദ്ധമായിരുന്നു യുദ്ധം. ഝാൻസിക്ക് മുമ്പ് തന്നെ ഈ ദക്ഷിണേന്ത്യയിലെ കിട്ടൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്ത് ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച പോരാളിയായിരുന്നു. സതി നിർത്തലാക്കിയ വർഷം നമ്മെ ഈ രാജ്യത്തെ വിട്ടുപിരിഞ്ഞു പോയ 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. ചിന്നമ്മ, നമ്മുടെ റാണി ചെന്നമ്മ 1829. സെറ്റ് അല്ലേടാ പിള്ളേരെ, സെറ്റാ. ബോറായാലും പഠിക്കുക, ഇൻട്രസ്റ്റിംഗ് ആയി പഠിക്കുക. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെ കുറിച്ചുള്ള വാക്കുകൾ കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങൾ വായിച്ചോളൂ, ഞാൻ വായിച്ചു തരില്ല. അപ്പൊ എന്റെ പോയിന്റ് ഇതാണ്. കൻവർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ, ഇവിടെ ഫോട്ടോ ഒക്കെ ഉണ്ട്, അദ്ദേഹം എവിടെയാണ് നേതൃത്വം കൊടുത്തത്? 57 കലാപത്തിലേക്ക് നമ്മൾ എത്തി. 29 ശേഷം ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു. അങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തേക്ക് നമുക്ക് എത്താം. ഞാനൊന്ന് വായിക്കട്ടെ. ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുവല്ലോ. നമ്മളിപ്പോ തിരിച്ചറിഞ്ഞല്ലോ, അറിഞ്ഞിക്കോ നിങ്ങൾ. അത്തരം പോരാട്ടങ്ങളെയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 57 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലാളികൾ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കന്മാർ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു 57 ശിപ്പായി ലഹള. മനസ്സിലായോ സാറേ? മനസ്സിലാക്കണം, അതിൻ്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. 1857 മുമ്പ് ഈ ഒരു ബ്രിട്ടീഷുകാര് ഇങ്ങനെ പെട്ടെന്നൊരു കലാപത്തിലേക്ക് വരികയല്ല. അതിന്റെ ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ പറയാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ചില ഭരണപരിഷ്കാരങ്ങൾ 57 കലാപത്തിന് കാരണമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു. ഒന്ന്, ദത്തവകാശ നിരോധന നിയമം. നേരത്തെ ഞാൻ ചോദിച്ചു, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. നിങ്ങൾ വർഷം കമന്റ് ചെയ്തത് എനിക്കറിയില്ല. 1848. കമന്റ് ചെയ്തത് ശരിയാണോ ചെക്ക് ചെയ്തേ. ദത്തവകാശ നിരോധന നിയമം 1848 അല്ലേ. 57 കലാപത്തിന് കാരണമാണ്. മറ്റൊരു നിയമമാണ് സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസ്. നോക്കൂ, വർഷം ഇവിടെ ഞാൻ വലുതാക്കി കൊടുത്തിട്ടുണ്ട്. 1798. 48 രണ്ട് നിയമങ്ങൾ എന്തിന് കാരണമായി? 57 കലാപത്തിന് കാരണമായി. ഒന്ന് 98-ലെ സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ, 48-ലെ ദത്തവകാശ നിരോധന നിയമം അഥവാ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. പഠിച്ചു വെച്ചേക്കുക. നോക്കൂ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പാക്കുന്നതിനു വേണ്ടി ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. ആരായിരുന്നു ഈ സമയത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ? അന്ന് വൈസ്രോയി എന്ന് പറയില്ലല്ലോ, ഗവർണർ ജനറൽ. പേര് വെല്ലസ്ലി. പേര് പഠിച്ചു വെക്കണം. വെല്ലസ്ലി, റിച്ചാർഡ് വെല്ലസ്ലി. നോക്കൂ, റിച്ചാർഡ് കോളി വെല്ലസ്ലി
ആർതർ വെല്ലസ്ലി എന്ന് പറഞ്ഞ ആൾ മാറിപ്പോകും. ടിപ്പു സുൽത്താൻ മരണപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, പഴശ്ശിരാജ മരണപ്പെട്ടെന്ന് നമുക്കറിയില്ലേ. പഴശ്ശിയെ വധിച്ചതും ടിപ്പുവിനെ വധിച്ചതുമൊക്കെ ആർതർ വെല്ലസ്ലി ആയിരുന്നു, ഇദ്ദേഹത്തിന്റെ സഹോദരനാണ്. 1798 ഈ പറയുന്ന ബംഗാൾ ഉൾപ്പെടെയുള്ള ഇന്ത്യ, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ, ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആ ഗവർണർ ജനറൽ ആയിരുന്നു റിച്ചാർഡ് കോളി വെല്ലസ്ലി. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലിയാണ് ആരെയും കൊല്ലുന്നവൻ. നെപ്പോളിയനെ വധിച്ചതും ടിപ്പുവിനെ വധിച്ചതും പഴശ്ശിയെ വധിച്ചതും ആർതർ വെല്ലസ്ലി. അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ. ഓക്കെ, നമുക്ക് വായിക്കാം. നോക്കൂ, ഈ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥ, ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകളൊക്കെ പാലിക്കേണ്ടിയിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. വായിച്ച് മനസ്സിലാക്കണം, സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരും. കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് കൊടുക്കണം. മനസ്സിലാക്കിയാൽ മതി, ബൈഹാർട്ട് പഠിക്കണ്ട. കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. മനസ്സിലായല്ലോ? ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. മനസ്സിലായോ? ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. മനസ്സിരുത്തി വായിക്കുക. ഈ 6 പോയിന്റുകൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ, ബൈഹാർട്ട് പഠിക്കണ്ട മക്കളെ. ദത്തവകാശ നിരോധനം, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, ഞാൻ പറഞ്ഞല്ലോ. വർഷം ഏതാന്ന് പറഞ്ഞു? 1848. രണ്ടാമത്തെ നിയമം, ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നാനാ സാഹിബും ഈ പറയുന്ന ഝാൻസി റാണിക്കും കിട്ടൂല റാണി ചിന്നമ്മയ്ക്കൊക്കെയുള്ള ഇഷ്യൂ അതായിരുന്നു അല്ലെ. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു ഒരു മാർക്ക് ഷുവറാണ്, ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി, നിരോധിക്കുന്ന വേറെ ആളാണ്. അതാരാ നിങ്ങൾക്കറിയാൻ കമന്റ് ചെയ്യും കേട്ടോ. ദത്തവകാശ നിരോധന നിയമം റദ്ദു ചെയ്ത വർഷം ഒന്ന് കമന്റ് ചെയ്ത് നമ്മുടെ ടെലഗ്രാം പിള്ളേര്. ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്നാണ്, 50ലെ കലാപത്തിന് ശേഷമാണല്ലോ, എന്നാണ് നിരോധിച്ചത് കമന്റ് ചെയ്യും. വർഷം കാനിങ്ങിന്റെ കാലഘട്ടത്തിലാണോ എന്നും കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ നോക്കൂ, ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി ആണ് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു. ഇത് രാജാവിന്റെ അധികാരത്തെ ഇല്ലാതാക്കിയാണ്. കാരണം ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരത്തെ ഇല്ലാതാക്കിയാണ്. അനന്തരാവകാശം ഇല്ലാതാവും, എന്ത് ചെയ്യും? ആ നാട്ടുരാജ്യം അനാഥമാവും. അപ്പൊ ഇത് ഇവർക്ക് സ്വന്തമാക്കാം. അതാണ് ഇവരുടെ തന്ത്രം. സൈനിക സഹായ വ്യവസ്ഥ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നല്ല സൂപ്പർ വ്യവസ്ഥയാണോ? നല്ല സൂപ്പറാ. ഒരു രാജാവ് എങ്ങാനും ഇതിൽ ഒപ്പുവെച്ചാളെ കാര്യം പോയി. അവിടെ ഒരു ടീമിനെ പാർപ്പിക്കണം, അവർക്ക് ചെലവിന് കൊടുക്കണം, ഒരു റെസിഡന്റ് വേണം, എന്ത് ചെയ്യണമെങ്കിലും ബ്രിട്ടീഷുകാരോട് ചോദിക്കണം. ഇതെങ്ങാ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു നാട്ടുരാജ്യം സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കഥ. അതുപോലെ തന്നെയാണ് രാജാക്കന്മാർക്ക് മക്കളില്ലെങ്കിൽ ആ രാജ്യം സ്വന്തമാക്കാനുള്ള ഐഡിയ ആണ് ദത്തവകാശ നിരോധന നിയമം. 2 നിയമങ്ങൾ കിട്ടിയോ? ഈ 2 നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. മനസ്സിലായല്ലോ? ദുർഭരണം ആരോപിച്ചുകൊണ്ട് ഏറ്റവും അടിയിലൊരു പോയിന്റ് ഉണ്ട്, സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ മാറ്റി എഴുതാം. ഔദ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇപ്പൊ നമ്മൾ ദത്തവകാശ നിരോധന നിയമവും ഈ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥയൊക്കെ പറയുമ്പോൾ തന്നെ ദുർഭരണം, ഇവിടുത്തെ ഭരണം പോരാ എന്ന് ആരോപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാരോട് കൂട്ടിച്ചേർത്തു. ഏതാണ് ആ നാട്ടുരാജ്യം എന്ന് ചോദിക്കാം. ഈ ഒരു പാഠഭാഗത്ത് നല്ലൊരു ചോദ്യമാണ്. ദുർഭരണം ആരോപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് അല്ലെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏത്? ഔദാണ്. ഔദാണ് കേട്ടോ. ഔദിലെ രാജാ ചെയ്ത് സിംഗിന്റെ കഥകളൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ എവിടെ പോയി? ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് ഭയങ്കരമായ അസംതൃപ്തി ഉണ്ടായിരുന്നു ഇന്ത്യൻ സൈനികർക്ക്. അങ്ങനെയാണ് ഈ കലാപം, 57ലെ കലാപം ശരിക്കും തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷ് പടയാളികളോട് ഞാൻ വായിക്കാം. കാരണം ഇത് സ്ക്രീനിൽ കാണുന്നുണ്ടോ? 2 ക്ലാസ്സുകളായിട്ട് ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ, എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറിനടുത്തുള്ള ഒരു കിഡിലൻ ക്ലാസ്, 1.5 മണിക്കൂർ 2 ക്ലാസ്സുകളായിട്ട് ചെയ്തു. അത്യാവശ്യം നല്ല പിള്ളേർ കണ്ടിട്ടുണ്ട്. നിങ്ങളും ഈ ക്ലാസ് കാണുക. നമ്മുടെ യൂട്യൂബിലുണ്ട്, അതിന്റെ ലിങ്ക് വേണമെങ്കിൽ മുകളിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. അത് കാണുക. കാരണം ഞാനിത് വിശദമായി പറയുന്നില്ല, വായിക്കാം കേട്ടല്ലോ. നോക്കൂ, ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യമായിരുന്നു നൽകിയിരുന്നത്. അതിർത്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. ആ വെടിയുണ്ടകൾക്ക് എൻഫീൽഡ് തോക്കിലെ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവറ് കടിച്ച് കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരിക്കുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം അവിടെ മൊത്തം വ്യാപിച്ചു. സംഗതി സൈനികരാണ്. ബ്രിട്ടീഷുകാർ ഒരുപാട് അവഹേളനം അവർ നേരിടുന്നുണ്ട് അല്ലെ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് പട്ടാളക്കാർ. പക്ഷേ മതപരമായി ഒരു ഭയങ്കരമായ വിശ്വാസികളാണ്. അപ്പൊ നോക്കൂ, പശു എന്ന് പറഞ്ഞാൽ പശു മാതാവിനെ പോലെയാണ് ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത്. മുസ്ലിംസും അതിനകത്തുണ്ട്. അവർക്ക്
പന്നി മാംസം നിഷിദ്ധമാണ് അല്ലെ. അപ്പൊ അത് രണ്ടും ഇഷ്യൂ ആയിട്ട് ഇവർക്കിടയിൽ വരികയാണ്. മനസ്സിലായാലോ? ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുകയായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെയായിരുന്നു. ആദ്യമായിട്ട് തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ ഡേറ്റ് എല്ലാവരും പഠിക്കണം. 1857 ശിപ്പായിലട നടക്കുന്ന വർഷം ഏപ്രിൽ 8 തീയതി. ഓക്കെയാണോ ഡേറ്റ്? 1857 ഏപ്രിൽ 8. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. സ്ഥലം ശ്രദ്ധിക്കണം, മീററ്റ്. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിത ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഈ യുദ്ധം മൊത്തത്തില് ആ ഒരു കലാപം വ്യാപിച്ചപ്പം പ്രധാനപ്പെട്ട മുഗൾ രാജാവിനെ ഇവരെന്ത് ചെയ്തു? ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് കൊണ്ട് പ്രഖ്യാപിച്ചു. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കി ഉണ്ടാക്കി ഇരയാക്കി. അനേകായിരം വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തല കീഴായി കെട്ടിത്തൂക്കി ആളുകളെ. ഔദിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിഷേധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഈ വിഷം ഇവിടെ വിതച്ചിട്ടില്ല. 1905 ബംഗാൾ വിഭജനത്തോടു കൂടിയാണല്ലോ മുസ്ലിം ഹിന്ദു ആ ഒരു പാകിസ്ഥാൻ ഒരു ഇഷ്യൂ ഒക്കെ വന്നത്. അപ്പൊ അത് ഒന്നും അന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. പക്ഷെ അത് വലിയ പരാജയമായിരുന്നു എന്നാണ് ഇവിടെ എഴുതിയത്. നിങ്ങൾ വായിച്ചു നോക്കുക. പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്ന് പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞല്ലോ. ഞാൻ യൂട്യൂബിൽ ഒരുപാട് സ്ഥലങ്ങളിലെ നേതാക്കന്മാർ കലാപത്തിൽ നേതൃത്വം കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ SCERT ഉള്ളത് വളരെ കുറച്ചാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എഴുതാൻ പോകുന്ന LGS, LDC, 10th ലെവൽ പരീക്ഷകൾ, ഇതിന് നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ബോക്സ് പഠിച്ചാൽ മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? ഇതുവരെയുള്ള അനുഭവം കൊണ്ട്. അപ്പൊ ഡൽഹി എന്ന് പറയുമ്പം ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ എങ്ങോട്ട് നാട് കടത്തു ചോദിക്കും? ബഹദൂർ ഷായെ രണ്ടാമനെ റംഗൂൺ ബഹദൂർ ഷാ. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആയിരുന്നു. ഈ ഡൽഹിയിലെ ജനറൽ ആയിരുന്ന അല്ലെങ്കിൽ ബഹദൂർ ഷായുടെ സൈനിക ജനറൽ ആയിരുന്നു ഭക്ത് ഖാൻ. അദ്ദേഹം അവിടെയുണ്ട്. റാണി ലക്ഷ്മിബായി ഝാൻസിയിലായിരുന്നു. കാരണം എന്താണ്? ഇന്ത്യയിലെ 3ാം നെപ്പോളിയൻ എന്നൊരു വിളിപ്പേരൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു നാനാ സാഹിബ്. അപ്പൊ നേപ്പാൾ എന്ന് പറയാൻ കാൺപൂരിൽ, ഞാൻ പറഞ്ഞു കാൺപൂരിലെ പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. അദ്ദേഹത്തിന് ഭരിക്കാൻ അധികാരമില്ലാതാവും. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ മറാത്ത ഭരണാധികാരി അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. നാനാ സാഹിബ് എവിടെയാന്ന് ചോദിച്ചാല് കാൺപൂര്. അദ്ദേഹത്തെ നാട് കടത്തിയ സ്ഥലമാണ് എന്ത്? നേപ്പാള്. നാനാ സാഹിബിനെ എങ്ങോട്ട് നാട് കടത്തി? നേപ്പാള്. ബഹദൂർ ഷായെ എങ്ങോട്ട് നാട് കടത്തി? റംഗൂൺ. പഠിച്ചു വെച്ചേക്കുക. താന്തിയോ തോപ്പി ബഹദൂർ ഷായുടെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ബഹദൂർ ഷായുടെ മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു ജനറൽ ഭക്ത് ഖാൻ. അതുപോലെ നാനാ സാഹിബിന്റെ എല്ലാമായിരുന്നു താന്തിയോ തോപ്പി. കേട്ടോ? താന്തിയോ തോപ്പി എന്ന് കേൾക്കുമ്പോ തൊപ്പി ആലോചിക്കുക. താന്തിയോ തോപ്പി എന്ന് കേൾക്കുമ്പോൾ തൊപ്പി ആലോചിക്കുക. തൊപ്പി വെച്ചത് ആരാണെന്ന് ഞാൻ എപ്പോഴും ഒരു കോഡ് പറയാറുണ്ട്. ക്ലാസ് കണ്ടവർക്കറിയാം. താന്തിയോ തോപ്പിയുടെ യഥാർത്ഥ പേര് നിങ്ങൾ കമന്റ് ചെയ്യും. എല്ലാവരും പഠിച്ചവര് താന്തിയോ തോപ്പിയുടെ യഥാർത്ഥ പേര് എന്താണ്? കമന്റ് ചെയ്ത്. നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു. ആര്? താന്തിയോ തോപ്പി. അടുത്ത ലക്നൗ. ഈ ഔദ്, ലക്നൗ ആ മേഖലകളിലൊക്കെ ആരോചിത ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഔദിലെ ഭരണാധികാരി. ആര, ജഗദീഷ്പൂർ, ബീഹാർ, ഇതൊക്കെ പറഞ്ഞൊരു സ്ഥലം, ഒരേ പ്രദേശങ്ങൾ കേട്ടോ. ആര, ബീഹാർ, ജഗദീഷ്പൂർ. കൻവർ സിംഗ് ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു. മക്കളെ, ഒരുപാട് പരിമിതികൾ, ഇങ്ങനെയൊക്കെ ഇവരൊക്കെ സമരം നടത്തി കലാപം നടത്തിയെങ്കിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ഞാൻ വായിക്കട്ടെ. കലാപം ഉത്തരേന്ത്യയിൽ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിരുന്നു. ദക്ഷിണേന്ത്യയിലേക്കൊന്നും വന്നില്ല. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിലും പല നേതാക്കന്മാരായിരുന്നു. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചിരുന്നില്ല. മനസ്സിലായോ? കുറച്ച് ഉയർന്ന ആളുകൾ. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്ന് വിട്ടുനിന്നു. തൊട്ടടുത്തുള്ള രാജാവിനെയും ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇപ്പോഴുള്ള രാജാവ് തോറ്റുപോകും. അതാണ് സംഗതി. അമ്പത്തിയിലെ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാലത്ത് ഈ ഒരു കലാപം 1ാം സ്വാതന്ത്ര്യ സമരം നമ്മൾ വിളിക്കാൻ കാരണം അത് വലിയ ഊർജ്ജമായിരുന്നു പിന്നീട് അങ്ങോട്ട്. കേട്ടോ? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായി. കാരണം വലിയൊരു കലാപം ഇന്ത്യ മൊത്തം നടന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണ് നമ്മുടെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വരുന്നത് 1858 ദ ഗ്രേറ്റ് പ്രൊക്ലമേഷൻ ഓഫ് ക്വീൻ വിക്ടോറിയ. വിക്ടോറിയ രാജ്ഞി പറഞ്ഞു, മക്കളെ ഇന്ത്യക്കാരെ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ EIC 1600 രൂപീകരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിക്കുന്നു.
നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ചെറുത്തുനിൽപ്പ് എന്നൊരു ചാപ്റ്ററില്ലേ, അത് തുടങ്ങിയത് 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തോടു കൂടിയാണ്. അപ്പൊ അത് അവസാനിക്കുകയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടി. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുന്നു. ഗവർണർ ജനറൽ എന്ന പദവി നോക്കൂ, അതുവരെ ഞാൻ പറഞ്ഞു, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ വെല്ലസ്ലി, കോൺവാലിസ്, ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ ഗവർണർ ജനറൽ, വാറൻ ഹേസ്റ്റിങ്സ്, റോബർട്ട് ക്ലൈവ് തുടങ്ങിയില്ല, ആദ്യം മുതൽ എല്ലാം ഗവർണർ ജനറൽമാരായിരുന്നു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോയതോടുകൂടി ബ്രിട്ടീഷ് രാജ്ഞി നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, ഇന്ത്യക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി 57 വരെ ആരായിരുന്നോ ഗവർണർ ജനറൽ, അദ്ദേഹത്തിന്റെ പേര് മാറ്റി പറഞ്ഞു, ഇതാ പുതിയ ഇനി ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്, ഞാൻ ഇന്ത്യയുടെ മഹാറാണിയായി വരുന്നു, നമ്മൾ ഇനി വൈസ്രോയി ആണ് നിങ്ങൾ ഭരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗവർണർ ജനറൽ എന്നുള്ള പദവി പകരം 57 മുതലാണ് ചോദിക്കും. ഏത് വർഷം മുതലാണ്? 1858 വിക്ടോറിയയുടെ വിളംബരം അല്ലെ, ആ വിളംബരത്തോടു കൂടി എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട് കേട്ടോ, അതോടുകൂടി വൈസ്രോയി എന്ന പദവി നിലവിൽ വരുന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി തീർന്നത് ഈ യുദ്ധമാണ്. ഇനി ഇതാ എന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം പ്രധാനപ്പെട്ട 2-3 പോയിന്റ് ഉണ്ട്, ഞാൻ വായിക്കാം, പഠിച്ചു പോകണേ നിങ്ങൾ. എവിടെ പോയി? മോഹൻ സിൻഹയുടെ 57, ഖേദൻ മെഹത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി, 3 പ്രധാനപ്പെട്ട സിനിമകളാണ്. മോഹൻ സിൻഹ 57 ബൈഹാർട്ട് പഠിച്ചോ, 1857 മോഹൻ സിൻഹ. ഖേദൻ മേത്ത പിവയ്ക്കാണ്, ഖേദൻ മേത്തയുടെ മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, നമ്മുടെ അമീർ ഖാനാണ് ആ സിനിമയിൽ മംഗൾ പാണ്ഡെയുടെ അഭിനയിക്കുന്നത്, നല്ല സിനിമ, യൂട്യൂബിലൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ, മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. അതുപോലെ തന്നെ ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി. ക്രിഷ് ഒരു ശരിക്കും ജാൻസിലാണ് ഒരു ക്രഷ് തോന്നി, അവരുടെ ആ ഒരു മുടി, ആ ജടയും മുടിയൊക്കെ കാണുമ്പോൾ അല്ലെ ഒരു ഇഷ്ടം തോന്നും. ക്രഷ് ജാൻസി റാണിയുടെ മുടി കാണുമ്പോൾ, ക്രിഷ് ജഗർലമുഡി മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി. 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമകളാണ് ഈ 3 സിനിമകൾ. പഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു മഹാശ്വേതാ ദേവിയുടെ ജാൻസി റാണി, ഞാൻ ചോദിച്ചു നിങ്ങൾ മഹാശ്വേതാ ദേവിയുടെ പുസ്തകം അറിയോ എന്ന്. മഹാശ്വേതാ ദേവിയുടെ ജാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകൾ ഇമ്പോർട്ടന്റ് ആണ്. അമൃതം തേടി എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് ആ കൃതി? അമൃതം തേടി. നിങ്ങൾക്ക് PYQ ആയിട്ട് ഒരുപാട് ചോദിച്ചാണ്. ആരുടെയാണ്? മലയാറ്റൂർ. ബാക്കിയൊക്കെ പഠിക്കണമല്ല, എല്ലാം പഠിക്കണം. മലയാറ്റൂർ എപ്പോഴും ചോദിക്കാറുണ്ട് അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപത്തെ പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടു. എന്റെ പിറകിൽ കാണുന്നില്ല, മഹാശ്വേതാ ദേവിയുടെ ജാൻസി റാണിയും മലയാറ്റൂറിന്റെ അമൃതം തേടിയും ഈ ഒരു കലാപത്തെ പശ്ചാത്തലമാക്കി വന്ന പ്രധാനപ്പെട്ട നോവലാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വർഷങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഒരുപാട് സമയം നീണ്ടുപോയി. അടിപൊളിയായിട്ട് പഠിപ്പിക്കുമ്പം കുറച്ച് ക്ലാസ് ലെങ്ത് കൂടും. പക്ഷെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നില്ല. നിങ്ങൾ ഇതുവരെ ക്ലാസ് കണ്ടിട്ട് ശരിക്കും ഇഷ്ടമായവരുണ്ടെങ്കിൽ, ക്ലാസ് നന്നായിട്ടുണ്ട്, ഇനി എന്തെങ്കിലും മാറ്റം വരുന്നില്ല, അതൊന്ന് പറയണം. എടാ നിങ്ങളൊരു 500 പേര് പോലും കമന്റ് ചെയ്ത് ഞാൻ എന്തിനാണ് ഈ ക്ലാസ് യൂട്യൂബിൽ ഇടുന്നത്. ഈ വീഡിയോ കണ്ടവരാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ചാനലിനെയും PSC ജോലിയെയും ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇത് ഇനിയും വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടല്ലോ. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീണ്ടും അടുത്ത SCRT ക്ലാസ്സുമായി കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.